നമസ്തേ. ബ്ലോക്ക് 6-ലെ 6ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 1 അർത്ഥാന്തരന്യാസാലങ്കാരവും കാവ്യലിംഗവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ഏതാണ്? 2ാമത്തെ യൂണിറ്റ് ആണ്. അതിൽ സ്വഭാവോക്തിയും വ്യതിരേകവുമാണ് പറയുന്നത്. സ്വഭാവോക്തി അലങ്കാരവും വ്യതിരേകാലങ്കാരവും. മുമ്പ് പറഞ്ഞ 2 അലങ്കാരങ്ങളെ പോലെ തന്നെ ഒരുപോലെ അല്ലേ എന്ന് തോന്നുന്ന 2 അലങ്കാരങ്ങളാണ് സ്വഭാവോക്തിയും വ്യതിരേകവും. സ്വഭാവോക്തി എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്വഭാവസ്യ ഉക്തി. സ്വഭാവത്തിന്റെ ഉക്തിയാണ് എന്ത്? സ്വഭാവോക്തി. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ സ്വഭാവം ഉണ്ടായിരിക്കും, സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. അതിന് പറയുന്നതാണ് എന്ത്? സ്വഭാവോക്തി എന്ന് പറയുന്നത്. സ്വഭാനേന ഉക്തി സ്വഭാവോക്തി. ജാതി സ്വാഭാവികമായിട്ടുള്ള ഉക്തിയെയാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത്. സ്വഭാവോക്തി സ്വഭാവസ്യ ജാത്യാദിസ്ഥസ്യ വർണ്ണനം. സ്വഭാവോക്തി എന്താണ്? സ്വഭാവസ്യ ജാത്യാദിസ്ഥസ്യ വർണ്ണനം. ജാത്യാദിസ്ഥസ്യ ജാതിക്രിയാഗുണസംബന്ധിനഃ സ്വഭാവസ്യ വർണ്ണനം സ്വഭാവോക്തിരലങ്കാരഃ. ജാതി ക്രിയാഗുണസംബന്ധികളായിട്ടുള്ള സ്വഭാവത്തിന്റെ വർണ്ണനമാണ് സ്വഭാവോക്തി. ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഗണങ്ങൾ. ഇപ്പോൾ പശു, ആന എന്നൊക്കെ പറയുമ്പോൾ ആ ഗണത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ജാതി പിന്നെന്താണ്? ക്രിയ, ഓരോ ഗണത്തിലും പെട്ട ജീവികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ അവയുടെ ഗുണങ്ങൾ. ഇങ്ങനെ ഓരോ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും, ഗുണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവയുടെ അങ്ങനെയുള്ള ജാതി, ക്രിയ, ഗുണം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള സ്വഭാവത്തിന്റെ വർണ്ണനമാണ് എന്ത്? സ്വഭാവോക്തി എന്ന് പറയുന്നത്. ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? കുരങ്കൈരുത്തരംഗാക്ഷൈ സ്തബ്ധകർണൈരുദീക്ഷ്യതേ. കുരങ്കൈഹി, കുരങ്കൈഹി എന്ന മാനുകള് എന്താ ചെയ്തിരിക്കുന്നത്? ഉത്തരംഗാക്ഷൈഹി, മുകളിലേക്ക് ഉയർത്തിയതായ കണ്ണുകളോട് കൂടിയുള്ള മാനുകള്. പിന്നെന്താണ്? സ്തബ്ധകർണൈഹി ഉദീക്ഷ്യതേ, അനക്കാതെ സ്തബ്ധമായി നിശ്ചലമായി പിടിച്ചതായ ചെവികളോട് കൂടിയതായിട്ടുള്ള മാനുകളാൽ നോക്കപ്പെടുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നു. ഉത്തരംഗാക്ഷൈഹി ചഞ്ചലലോചനൈഹി സ്തബ്ധകർണൈഹി കുരങ്കൈഹി ഹരിണൈഹി ഉദീക്ഷ്യതേ. അപ്പൊ എന്താണ്? മാനുകളെ പറ്റി പറയാണ്, മാനുകളുടെ സ്വഭാവം വെച്ച് പറയാണ്. ഉത്തരാക്ഷികളോടും, അതായത് ചഞ്ചലമായിട്ടുള്ള, മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ചഞ്ചലമായിരിക്കുന്ന, പേടിയോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയുള്ളതും, പിന്നെ സ്തബ്ധകർണൈഹി നിശ്ചലമായിരിക്കുന്ന ചെവിയോട് കൂടിയുള്ളതുമായ മാനുകളാൽ വീക്ഷിക്കപ്പെടുന്നു. കുരങ്കൈഹി എന്ന് പറഞ്ഞാൽ മാനുകളാൽ വീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാനുകളെ കാണുന്നു. ഇവിടെ മാൻ എന്ന ആ ഗണത്തിന്റെ, ആ ഒരു കൂട്ടത്തിന്റെ സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വഭാവോക്തി അലങ്കാരമാണ് വരുന്നത്. അപ്പൊ അതിൽ സ്വഭാവോക്തിക്ക് ആ ഒരു ലക്ഷണവും ഉദാഹരണവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഏതാണ്? വ്യതിരേകാലങ്കാരമാണ്. വ്യതിരേകം എന്താണ്? വ്യത്യാസം എന്താണ് എന്നാണ് വ്യതിരേകത്തിന് അർത്ഥം. വ്യതിരേകോ നാമ വൈലക്ഷണ്യം. വ്യതിരേകം എന്നാൽ എന്താണ്? വ്യത്യാസം, വൈലക്ഷണ്യം എന്നാണ് അർത്ഥം. തച്ച ത്രിവിധം, അത് 3 വിധത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഉപമാനാപേക്ഷയാ, ഉപമാനത്തെ അപേക്ഷിച്ച്, ഉപമേയസ്യ, ഉപമേയത്തിന്റെ ആധിക്യേ, ഗുണാധിക്യം വരുന്നത്. പിന്നെ ഉപമാനാപേക്ഷയ, ഉപമാനത്തെ അപേക്ഷിച്ച്, ഉപമേയസ്യ, ഉപമേയത്തിന്റെ
ന്യൂനതായാം കുറവ് വരുന്നത്. അടുത്തത് മൂന്നാമത്തേത് ഉപമാനാപേക്ഷയ ഉപമാനത്തിനെ അപേക്ഷിച്ച് ഉപമേയസ്യ ഉപമേയത്തിന് അനുഭയഭാവേ ഗുണാധിക്യമോ ഗുണന്യൂനതയോ വരാത്തത്, ഒരുപോലെ ഉഭയഭാവത്തിൽ വരുന്നത്. അങ്ങനെ 3 വിധത്തിലാണ് വ്യതിരേകാലങ്കാരം ഉള്ളത്. ഉപമാനാപേക്ഷയ ഉപമേയസ്യ ആധിക്യേ ന്യൂനതായ അനുഭവയഭാവേ. ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണാധിക്യമുള്ളത്, ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണന്യൂനത്വമുള്ളത്, അതുപോലെ ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് കൂടുതലോ കുറവോ ഒന്നും തന്നെ ഇല്ലാത്തത് എന്നിങ്ങനെ 3 വിധത്തിലാണ് വ്യതിരേകാലങ്കാരം വരുന്നത്. അതിന്റെ ലക്ഷണം നോക്കാം. വ്യതിരേകോ വിശേഷശ്ചേത് ഉപമാനോപമേയോ. ഇവിടെ എന്താണ് അധികം വരുന്ന ആധിക്യം വരുന്ന വ്യതിരേകാലങ്കാരത്തിനാണ് ഈ ലക്ഷണം പറയുന്നത്. വ്യതിരേകോ വിശേഷശ്ചേത് ഉപമാനോപമേയോ ശൈലാ ഇവോന്നതാ സന്ത കിന്തു പ്രകൃതി കോമളാഃ. ഉപമാന ഉപമേയയോഃ വിശേഷഃ വൈലക്ഷണ്യം വർണ്ണ്യതേ ചേത് വ്യതിരേകാലങ്കാരഃ. ഉപമാന ഉപമേയങ്ങളുടെ വിശേഷത്തെ വൈലക്ഷണ്യത്തെ പറയുകയാണെങ്കിൽ അവിടെ വ്യതിരേകാലങ്കാരമാണ്. സാമ്യമുക്ത്വ വൈധർമ്മ്യം വർണ്ണ്യതേ ചേത് വ്യതിരേകാലങ്കാരഃ. സാമ്യത്തെ പറഞ്ഞുകൊണ്ട് വ്യത്യാസത്തെ വർണ്ണിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വ്യതിരേകാലങ്കാരമാണ് വരുന്നത്. ശൈല ഇവ ഉന്നതാഃ സന്തഃ കിന്തു പ്രകൃതി കോമളാഃ എന്ന ഉദാഹരണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പർവ്വതം ആകൃതിയാലും സജ്ജനങ്ങൾ ഔന്നത്യം കാരണത്താലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സജ്ജനങ്ങൾ പർവ്വതം പോലെ ഉന്നതരാണ്. എങ്ങനെ? ശൈലങ്ങൾ എങ്ങനെയാണ്? പർവ്വതങ്ങൾ ആകാരത്താലും ആകൃതിയാലും, സജ്ജനങ്ങൾ ഔന്നത്യത്താലും. എന്നാൽ എന്താണ്? സജ്ജനാഹ പ്രകൃത്യാ സ്വഭാവേന കോമളാഹ മൃദുലാഹ. സജ്ജനങ്ങൾ എങ്ങനെയാണ്? അവരുടെ സ്വഭാവപരമായിട്ട് അവര് വളരെ കോമളരാണ്, മൃദുലചിത്തരാണ്. ശൈലങ്ങൾ പർവ്വതങ്ങൾ എങ്ങനെയാണ്? കഠിനങ്ങളാണ്, വളരെ കാഠിന്യമുള്ള സ്വഭാവമുള്ളവരാണ് പർവ്വതങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? ഔന്നത്യ സാമ്യമുക്ത, ഉന്നതിയിൽ ഔന്നത്യം ഉയരം എന്നതിൽ സാമ്യം പറഞ്ഞുകൊണ്ട് പ്രകൃതി കോമളത്വേ അവരുടെ സ്വഭാവമായിട്ടുള്ള കോമളത്വം മൃദുലത്വം എന്നതിൽ വൈധർമ്മ്യ വർണ്ണനാത് വ്യത്യാസം വർണ്ണിച്ചിട്ടുള്ളതിനാൽ വ്യതിരേക അലങ്കാരമാണ് വരുന്നത്. എന്താ പറഞ്ഞത്? ശൈലായുന്നതാഹ സന്തഹ. സജ്ജനങ്ങൾ പർവ്വതങ്ങളെ പോലെ ഉന്നതരാണ്. കിന്തു പക്ഷേ പ്രകൃതി കോമളാഹ അവരെന്താണ്? വളരെ മൃദുലരാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പർവ്വതങ്ങളും സജ്ജനങ്ങളും ഒരുപോലെ ഉന്നതരാണെങ്കിലും ഉയരമുള്ളവരാണെങ്കിലും എന്താണ്? സജ്ജനങ്ങൾ മൃദുല സ്വഭാവമുള്ളവരാണ്, പർവ്വതങ്ങൾ എങ്ങനെയാണ്? കഠിന സ്വഭാവമുള്ളവരാണ്. അപ്പൊ സാമ്യം പറഞ്ഞുകൊണ്ട് പിന്നെ വ്യത്യാസം പറയുമ്പോഴാണ് അവിടെ വ്യതിരേക അലങ്കാരം വരുന്നത്. ഇവിടെ ഉപമാനത്തെ അപേക്ഷിച്ച്, പർവ്വതമാകുന്ന ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയമാകുന്ന എന്തിന്? സജ്ജനങ്ങൾക്ക് ഗുണാധിക്യം പറഞ്ഞിരിക്കുന്നു. ഗുണം കൂടുതലാണ്, മൃദുല സ്വഭാവം എന്ന ഗുണം പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ തരത്തിലുള്ള ഉപമാനാപേക്ഷയ, ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണാധിക്യം വരുന്ന തരത്തിലുള്ള വ്യതിരേകാലങ്കാരമാണ് വരുന്നത്. ഇനി അത്തരത്തിലുള്ള വ്യതിരേകാലങ്കാരത്തിന് ഗുണാധിക്യം, ഉപമേയത്തിന് ഗുണാധിക്യം വരുന്ന തരത്തിലുള്ള വ്യതിരേകാലങ്കാരത്തിന് മറ്റൊരു ഉദാഹരണം നോക്കാം. പല്ലവതഃ കൽപതരോഃ ഏഷ വിശേഷ കരസ്യ തേ വീര ഭൂഷയതി കർണമേക പരസ്തു കർണം തിരസ്കുരുതേ. എന്താ പറയുന്നത്? രാജ്ഞഃ സ്തുതിരിയം, രാജാവിനെ സ്തുതിക്കുന്നതാണ് ഇത്. അല്ലയോ വീര, കൽപവൃക്ഷസ്യ പല്ലവസ്യ തവ കരസ്യ ച മിതഃ ഏഷ വിശേഷഃ അസ്തി. കൽപവൃക്ഷത്തിന്റെ തളിരു പോലെയാണ് അങ്ങയുടെ കരം. കൽപവൃക്ഷത്തിന്റെ തളിരും, പല്ലവ എന്ന് പറഞ്ഞ തളിര്,
പിന്നെന്താണ്? നിന്റെ കൈയും തമ്മിൽ ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. എന്താണത്? കൽപ്പവൃക്ഷത്തിന്റെ തളിർ കർണത്തെ, ചെവിയെ അലങ്കരിക്കുന്നു. നിന്റെ കൈ ആകട്ടെ ദാനശീലനായ കർണനെ പോലും തിരസ്കരിക്കുന്നു. അപ്പൊ അവിടെ കർണം രണ്ടർത്ഥം എടുത്തിരിക്കുകയാണ്. നിന്റെ എന്താണ്? കൽപ്പവൃക്ഷത്തിന്റെ തളിരുകൾ ചെവിയെ അലങ്കരിക്കുന്നു. ചെവിയിൽ ഒരു അലങ്കാരമായിട്ട് നമ്മൾ അണിയുന്നു. പക്ഷെ അങ്ങയുടെ കൈകളാകട്ടെ ദാനശീലനായിട്ടുള്ള കർണനെ പോലും, രാധേയൻ എന്ന് പറഞ്ഞാൽ കർണനെ പോലും ദാനത്തിൽ അതിശയിപ്പിക്കുന്നു. ഇവിടെ രാജാവിന്റെ കൈക്ക് കൽപ്പവൃക്ഷത്തിന്റെ തളിരുമായിട്ട് സാദൃശ്യം പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കർണൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ദാനശീലനായിട്ടുള്ള വ്യക്തിയോട് തിരസ്കാരം കാണിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഒന്നാമത്തെ തരത്തിലുള്ള ഉപമാനേന ഉപമേയസ്യ ആധിക്യം പറഞ്ഞതുകൊണ്ട്, ഉപമേയസ്യ ഗുണാധിക്യം, ഉപമേയത്തിന്റെ ഗുണാധിക്യം വർണ്ണിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നാമത്തെ തരത്തിലുള്ള വ്യതിരേകാലങ്കാരമാണ് വരുന്നത്. കർണൻ പ്രസിദ്ധനായിട്ടുള്ള ദാനശീലനാണ്. പക്ഷേ കർണനേക്കാൾ അങ്ങയുടെ കരങ്ങൾ ദാനശീലം നൽകി കർണനെ പോലും അതിശയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപമേയമായിട്ടുള്ള കരങ്ങൾക്ക് ഗുണാധിക്യം വരികയാണ് ചെയ്യുന്നത്. ഇനി ന്യൂനത്വ പര്യവസായിനഃ വ്യതിരേകസ്യ ഉദാഹരണം. അപ്പൊ നേരത്തെ പറഞ്ഞത് ഗുണാധിക്യം വരുന്നതാണ്. ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണാധിക്യം വരികയാണെങ്കിലാണ് ആദ്യം പറഞ്ഞ രീതിയിൽ ഉദാഹരണം വരുന്നത്. ഇനി ഈ ഗുണം കുറയുകയാണെങ്കിൽ, ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണം കുറയുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയുന്ന ഉദാഹരണ ശ്ലോകമാണ്. രക്തസ്ത്വം നവ പല്ലവൈരഹമപി ശ്ലാഘ്യൈ പ്രിയായ ഗുണൈഹി ത്വാമായാന്തി ശിലീമുഖാ സ്മരധനുർ മുക്താസ്തഥാ മാമപി കാന്താപാദതലാഹതിസ്തവ മുദേ തദ്വന്മമാപ്യാവയോഃ സർവം തുല്യമശോക കേവലമഹം ധാത്ര സശോക കൃതഃ. ഇവിടെ വിരഹിയായിട്ടുള്ള ഒരു നായകൻ അശോക വൃക്ഷത്തോട് പറയുകയാണ്, ത്വം നവപല്ലവൈഹി രക്തഃ, നീ പുതിയ തളിരുകളാൽ, അശോക വൃക്ഷത്തിലെ തളിരുകൾക്ക് ചുവന്ന നിറമായിരിക്കും, നീ പുതിയ തളിരുകളാൽ ചുവന്ന രക്തവർണ്ണത്തോട് കൂടിയവനാണ്. അഹം, ഞാനാകട്ടെ പ്രിയായാഹ, പ്രിയയുടെ ശ്ലാഘ്യൈഹി ഗുണൈഹി, ശ്ലാഘ്യങ്ങളായ പ്രശംസനീയങ്ങളായിട്ടുള്ള ഗുണൈഹി ഗുണങ്ങളാൽ രക്തഃ അനുരക്തനുമാണ്. ഭ്രമരാഹ ത്വാം ആയാന്തി, വണ്ടുകൾ നിന്റെ അടുത്തേക്ക് വരുന്നു. കാമകടാക്ഷരൂപാഹ ബാണാഹ മാമപ്യായാന്തി, കാമകടാക്ഷരൂപമായിട്ടുള്ള അസ്ത്രങ്ങൾ എന്നിലേക്കും വരുന്നു. കാന്തായാഹ പാദസ്പർശനം തവ പ്രമോദഹേതു ഭവതി, കാന്തയുടെ, സുന്ദരിയായ സ്ത്രീയുടെ പാദസ്പർശം നിനക്ക് പ്രമോദത്തിന് കാരണമാകുന്നു. പറയാറുണ്ട്, അശോകവൃക്ഷം പൂക്കണമെങ്കിൽ അതിന് സുന്ദരികളായ സ്ത്രീകളുടെ പാദസ്പർശമേൽക്കണം എന്ന്. അപ്പോൾ സുന്ദരികളുടെ പാദസ്പർശം കൊണ്ട് നിനക്ക് പ്രമോദമുണ്ടാകുന്നു. അപ്രകാരം നമ്മൾ രണ്ടുപേരുടെയും സ്ഥിതി എന്താണ്? തുല്യമാണ്. എന്നാൽ നിന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അശോകമായിട്ട്, ശോകരഹിതനായിട്ട്, വിഷമമില്ലാത്തവനായിട്ടും എന്നെ ഞാനോ സശോകനായിട്ട്, ശോകമുള്ളവനായിട്ട് ആയിട്ടും സൃഷ്ടിച്ചു. ഇവിടെ രക്തത്വം, ബാണാഗമന, അമ്പുകളുടെ വരവ്, കാന്താപാദസ്പർശനം തുടങ്ങിയ കാര്യങ്ങളിൽ ഉപമാന ഉപമേയങ്ങൾക്ക് അശോക വൃക്ഷത്തിനും വിരഹിയായ കാമുകനും തമ്മിൽ സാമ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവസാനം ആ പേരിൽ അശോകനെന്നും സശോകനെന്നും എന്ന പേരിൽ അശോകത്വ സശോകത്വം എന്ന വിഷയങ്ങളിൽ വൈധർമ്മ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ വ്യതിരേക അലങ്കാരമാണ് വരുന്നത്.
പിന്നെ ഉപമേയത്തിൽ എന്താണ്? സശോകം, ശോകമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ ഉപമേയത്തിന് ഗുണന്യൂനത്വമാണ് വരുന്നത്. ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയമായിട്ടുള്ള കാമുകന് ഗുണന്യൂനത്വം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ന്യൂനത്വ പര്യവസായി ആയിട്ടുള്ള വ്യതിരേകാലങ്കാരമാണ് വരുന്നത്. അടുത്തത് മൂന്നാമത്തെ തരത്തിലുള്ള വ്യതിരേകാലങ്കാരമാണ്. ഏതായിരുന്നു അത്? ഉപമാനത്തെ അപേക്ഷിച്ച് ഉപമേയത്തിന് ഗുണ ആധിക്യമോ ഗുണന്യൂനത്വമോ വരാതെ ഒരുപോലെ വരുന്നത്. അത് നോക്കാം. അനുഭയത്വ പര്യവസായിനോ വ്യതിരേകസ്യ ഉദാഹരണം. രണ്ടും ഒരുപോലെ, ഉപമാനവും ഉപമേയവും ഒരുപോലെ വരുന്നത്. ദൃഢതര നിബുദ്ധമുഷ്ടേഹേ കോശനിഷണ്ണസ്യ സഹജമലിനസ്യ കൃപണസ്യ കൃപാണസ്യ ച കേവലമാകാരതോ ഭേദഃ. ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. കൃപണസ്യ, പിശുക്കനും കൃപണ സാദൃശ്യം വർണ്ണയതി. കൃപണൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ, കൃപാണ സാദൃശ്യം, കൃപാണം എന്ന് പറഞ്ഞാൽ വാള്. അപ്പൊ പിശുക്കന് വാളിനോടുള്ള സാദൃശ്യത്തെ വർണ്ണിക്കുകയാണ്. ഉഭാവപി ദൃഢതര നിബദ്ധ മുഷ്ടി. രണ്ടും ദൃഢതരമായിട്ടുള്ള മുഷ്ടിയുള്ളവരാണ്. വാളിന്റെ പിടി വളരെ ദൃഢമാണ്. അതുപോലെ തന്നെ പിശുക്കന്റെ കൈ മുഷ്ടിയും വളരെ ദൃഢമാണ്, മുറുക്കി പിടിച്ചതാണ്. കോശനിഷണ്ണൗ സഹജമലിനോ ച ഭവതഃ. അവ എന്താണ്? എപ്പോഴും കോശനിഷണ്ണമാണ് എന്ന് പറഞ്ഞാൽ ഉറയിൽ സൂക്ഷിച്ചതാണ്. അപ്പോ പിശുക്കന്റെ കൈ എപ്പോഴും മുഷ്ടി ദൃഢമായിരിക്കും. അതുപോലെ എപ്പോഴും പണക്കീശയിലായിരിക്കും കൈ. വാൾ എപ്പോഴും എങ്ങനെയായിരിക്കും? കോശത്തിൽ, വാളുറയിലായിരിക്കും. പിന്നെ എന്തായിരിക്കും? സഹജ മലിനവുമായിരിക്കും, എപ്പോഴും മാലിന്യമുള്ളതുമായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൃഢമായി മുറുകെ പിടിച്ച കൈയുള്ളവനും ധനം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അത് നോക്കിയിരിക്കുന്നവനും ദയാദാക്ഷിണ്യം മുതലായവ ഇല്ലാത്തത് കാരണം സഹജമായ മലിനവർണ്ണത്തോടു കൂടി കറുപ്പ് നിറത്തോടു കൂടിയവനുമായ പിശുക്കനും വാളിനും തമ്മിൽ ആകൃതി കൊണ്ടുള്ള ഭേദമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ദൃഢമായിട്ട് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചതായിരിക്കും രണ്ടും. പിശുക്കനും അതെ, വാളും അതെ. എപ്പോഴും ഇങ്ങനെ ഖജനാവിൽ സൂക്ഷിക്കുന്നതായിരിക്കും പിശുക്കന്റെ ധനം. വാൾ എങ്ങനെയാണ്? എപ്പോഴും വാളുറയിൽ സൂക്ഷിച്ചതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ദൈന്യതയോ കാരുണ്യമോ ഒന്നും ഇല്ലാതെ മലിനമായതായിരിക്കും പിശുക്കന്റെ ധനം. വാളാകട്ടെ എപ്പോഴും എന്തായിരിക്കും? കറുത്ത നിറത്തോടു കൂടി ഉള്ളതായിരിക്കും. ഇങ്ങനെ ഇവ തമ്മിൽ സാമ്യം പറഞ്ഞിട്ട് ഇന്നെന്താണ്? ആകൃതി കൊണ്ട് മാത്രമേ ഭേദം പറഞ്ഞിട്ടുള്ളൂ, ആകൃതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞതിനാൽ ഇവിടെ വ്യതിരേകാലങ്കാരം വരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണാധിക്യമോ ന്യൂനത്വമോ പറയാത്തതിനാൽ ഇവിടെ അനുഭയത്വ പര്യവസായി ആയിട്ടുള്ള വ്യതിരേകമാണ് വരുന്നത്. രണ്ടും എന്താണ്? ഒരുപോലെയാണ്. ഒന്നിനൊന്നും കൂടുതൽ എന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ അനുഭയ പര്യവസായി ആയിട്ടുള്ള വ്യതിരേകാലങ്കാരമാണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് 2 വരുന്ന അലങ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്വഭാവോക്തിയും വ്യതിരേകവുമാണ്. ഇതിൽ സ്വഭാവോക്തി കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പഠിക്കാൻ. വ്യതിരേകാലങ്കാരത്തിൽ എന്താണ്? 3 തരത്തിൽ പറയുന്നുണ്ട്. ആ 3 മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.